ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഇന്ന് വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ്. നമ്മുടെ സ്വന്തം ജനനായകൻ അങ്ങനെ ഈ പൊങ്കലിന് റിലീസ് ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനേക്കായി ഒരുപാട് പേര് ഇപ്പോൾ ശബ്ദമുയർത്താൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ ആക്ടേഴ്സ്, ഇപ്പോൾ സിംബുവിൻ്റെ ശബ്ദം വന്നു, പിന്നെ ജയരവി. ഇപ്പോൾ അതിനുശേഷം ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ സ്വന്തം ഉലകനായകൻ കമലഹാസൻ്റെ ഒരു സപ്പോർട്ടാണ് ജനനായകനുമായി ബന്ധപ്പെട്ട്. കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രമല്ല, അത് കൂട്ടായിട്ടുള്ളൊരു പരിശ്രമമാണ്. അതിനിങ്ങനെ ഒരിക്കലും ദ്രോഹിക്കരുത് എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റൊക്കെ വന്നിരിക്കുന്നത്. കാരണം ഒരുപക്ഷെ ഒരു രാഷ്ട്രീയമാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് സിനിമയല്ലേ, ആ സിനിമയിൽ കൂടെ രാഷ്ട്രീയം പറയുന്നതുകൊണ്ട് ഇവിടെ എന്ത് മാറ്റം ഉണ്ടാകാൻ പോകുന്നത് അത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ. പക്ഷേ ഇത് ഒരു ജനനായകൻ എന്നൊരു മൂവിക്കെതിരെ നടത്തുന്ന ഒരു ഗൂഢാലോചന എന്ത് വേണമെങ്കിൽ പറയാൻ, അങ്ങനെ പറയാൻ പറ്റും. കാരണം കാരണം ഇപ്പോൾ ഡിസംബറിലൊക്കെ കൊടുത്തൊരു സിനിമ, സർട്ടിഫിക്കറ്റിന് വെരിഫിക്കേഷന് കൊടുത്ത സിനിമ, ഇതുവരെയും അത് ചെയ്യാതെ പിന്നെ അവൻ്റെ ഉള്ളിൽ നിന്നുള്ള ആളിനെ പിന്നെ കേസ് കൊടുത്ത് പിന്നീട് അത് നീട്ടിവെക്കുക, പിന്നെ റിലീസ് സമയമാകുമ്പോൾ അതിന് മുടക്കം വരുത്തുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. കാരണം ഇതെല്ലാം തന്നെ ഒരു മോശപ്പെട്ട പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്. പിന്നെ ഇതിൻ്റെ പിന്നിൽ അധ്വാനത്തിനൊപ്പം തന്നെ ഇതിനൊക്കെ പണം ചിലവാക്കിയ ഒരു വ്യക്തിയും കൂടിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബിസിനസ്സാണിത്. ആ ബിസിനസ്സിൽ ഒരു നേട്ടം എന്ത് തന്നെ ആയാലും അത് അദ്ദേഹത്തിനുള്ളതാണ്. പക്ഷേ അദ്ദേഹം ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടാണല്ലോ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ, കാരണം ആ ഒരു 9-ന് ഇറങ്ങേണ്ട സിനിമ അങ്ങനെ ഇറങ്ങാൻ പറ്റില്ലെന്ന് പറയുന്നത്. ഇന്നിപ്പോൾ 11 ആയി. കാരണം അത്രയും ദിവസത്തെ അവർ ബുക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ ക്യാഷ് പോകുന്നു, അങ്ങനെ പോകുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിലെ മിക്കവരും എല്ലാ സിനിമാ നടന്മാരും ഇപ്പോൾ ഇതിനെതിരെ അവരുടേതായിട്ടുള്ള പറ്റാവുന്ന രീതിയിൽ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അതൊരിക്കലും നല്ല പരിപാടിയല്ല. ഇങ്ങനെ ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് നേരെ ചെയ്യുന്ന ഒരിക്കലും ഒരു നല്ല പരിപാടിയല്ല എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ തന്നെ ഇതൊരു DMKയുടെ പ്ലാനായി മാറി എന്ന് വിശ്വസിച്ചെങ്കിലും പിന്നീട് ഇതൊരു BJPയുടെ പ്രശ്നമായി മാറി എന്ന് പറയുന്നപ്പോൾ ഒരുപാട് കമൻറ്റ് അടിക്കുന്നു. കാരണം ഏത് തരം പൊളിറ്റിക്സ് ആണെങ്കിലും, ഇപ്പോൾ ഏത് തരം പൊളിറ്റിക്സ് പറയുകയാണെങ്കിലും നമുക്ക് പൊളിറ്റിക്സ് കളിക്കാൻ പറ്റിയതല്ലല്ലോ സിനിമ. അവർ സിനിമയിലൂടെ എന്ത് പറഞ്ഞു വെച്ചിട്ട് അതിപ്പോൾ പ്രാവർത്തികമാവണമെന്നില്ലല്ലോ. കാരണം അതൊക്കെ ഒരു നല്ലതാണോ ചീത്തയാണെന്നൊക്കെ ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ള വിവേകം ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ളത് കൊണ്ട് ഈ സെൻസർ ബോർഡിലൂടെ നടക്കുന്ന ഇത്തരം തെറ്റായ പ്രവർത്തനങ്ങളൊന്നും നല്ലതല്ല. കാരണം ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരുടെ കഷ്ടപ്പാടുമുണ്ട്. ആ സിനിമ വിജയിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് വല്ല നേട്ടം ഉണ്ടാകുന്നതായിരിക്കും. പക്ഷെ അതൊന്നും നോക്കിക്കാണാതെ ഒരു പ്രത്യേകതരം താല്പര്യങ്ങൾക്ക് മാത്രം നമ്മളിങ്ങനെ നമ്മുടെ നിയമങ്ങളും നിയമവ്യവസ്ഥകളും ഉപയോഗിക്കുന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ എന്തായാലും ഇനി ഇറങ്ങാൻ വഴിയൊന്നുമില്ല. രാഷ്ട്രീയപരമായ നേട്ടത്തിനായിട്ട് ഇങ്ങനെയുള്ള പരിപാടി ചെയ്യുമ്പോൾ ഒരുപാട് പേര് ഇതിന് പിന്നിലുണ്ട്. എന്തായാലും സിനിമയ്ക്ക് എന്ത് സംഭവിച്ചാലും നഷ്ടം പ്രൊഡ്യൂസർക്ക് മാത്രമാണ്. എന്തായാലും ജനനായകൻ റിലീസാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ ഗൈസ്. എല്ലാവർക്കും നല്ലൊരു പൊങ്കൽ ആശംസകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ബൈ, സീ യു.